ഇന്ന് നല്ലൊരു തളയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മുളകിട്ട് കറി വെക്കാൻ പോവാണ്. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇടുന്നു. ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവ കൂടി ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറിയിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലേക്കുള്ള തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഉള്ളി ഒന്ന് വഴണ്ടി വരണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വഴണ്ടി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളിത് ആദ്യം പറഞ്ഞ മുളകും വെളുത്തുള്ളിയും ഇഞ്ചി കൂടി അടിച്ച് പേസ്റ്റാക്കി വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത് കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. ആദ്യമായിട്ട് നമ്മൾ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുക. മസാല അതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ കറക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇട്ട കറി ആയാലും തേങ്ങ അരച്ച കറി ആയാലും നമുക്ക് മാങ്ങ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ പുളിവെള്ളം എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മാങ്ങ കൂടി ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പുളി വരും. അപ്പം അതിന് മാച്ചായിട്ട് കുറച്ച് പുളിവെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഈ ഒരു സമയത്ത് നമ്മളെ കറി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ മീൻ തളയൻ കഷ്ണങ്ങളാക്കി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഈ മീൻ ഉടഞ്ഞു പോകാതെ ഒന്ന് കറിയിലേക്ക് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് വന്നാൽ മീൻ ഒന്ന് വെന്ത് വന്നാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി.